പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് റിസോഴ്സസ് അഥവാ വിഭവങ്ങൾ. പ്രകൃതി വിഭവങ്ങളെക്കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനം ഒന്ന് പകർന്നു തരാമോ? പ്രകൃതി വിഭവങ്ങളെന്ന് പറയുമ്പോൾ നാച്ചുറൽ റിസോഴ്സസ് ആണ്. നമുക്കറിയാം വായുവാണ് നമ്മൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വായു എന്ന് പറയുന്നത് പോലെ തന്നെ സൂര്യപ്രകാശമുണ്ട്, വെള്ളമുണ്ട്, മണ്ണുണ്ട്, അതുപോലെ സസ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, ഫോസിൽസ് ഇന്ധനങ്ങളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ആദ്യമായി നമ്മൾ വായുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, വായു ഇല്ലെങ്കിൽ നമുക്കൊരു ജീവൻ നിലനിൽക്കുക അസാധ്യമാണ്. അതുപോലെ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ജലമെന്ന് പറയുന്നത്. ജലമില്ലാതെ നമുക്ക് ഒരാഴ്ചയിൽ കൂടുതൽ ജീവിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുപോലെ തന്നെ മണ്ണ്, നമുക്കറിയാം സസ്യങ്ങൾ വളർന്ന് അതിൽ നിന്ന് കിട്ടുന്ന ആഹാര സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ ജീവിക്കുന്നത്. മണ്ണും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ധാതു വിഭവങ്ങളും അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങളും. പിന്നെ വനങ്ങൾ, ശുദ്ധവായു പ്രദാനം ചെയ്യുന്നവയാണ് വനങ്ങൾ. മാത്രമല്ല അവൻ ലോകത്തിൻ്റെ പരിസ്ഥിതിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. പൊതുവായി നമ്മൾ പറയുകയാണെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ഫോറസ്റ്റ് റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസ്, പിന്നെ വരുന്നത് ലാൻഡ് ആൻഡ് മിനറൽ റിസോഴ്സസ്, പിന്നെ എനർജി റിസോഴ്സസ് ആണ്. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ നമ്മൾ കരുതലോടെ ഉപയോഗിക്കണം അല്ലേ സാർ? തീർച്ചയായിട്ടും. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ വളരെ പ്രാധാന്യമേറിയ ഈ പ്രകൃതി വിഭവങ്ങളെന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ട് വരും തലമുറയെ കൂടി കണക്കാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണങ്ങൾ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രകൃതി വിഭവ സംരക്ഷണം. നേരത്തെ നമ്മുടെ അനൂപ് സാർ സംസാരിച്ചതുപോലെ വിവിധ തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. തീർച്ചയായിട്ടും അതിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രകൃതി വിഭവമാണ് വായു. നമ്മൾ നിലനിൽപ്പിൻ്റേതായിട്ടുള്ള പല കാരണങ്ങളും അല്ലെങ്കിൽ പല ആവശ്യകതകൾക്കും വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സോഴ്സാണ് നമ്മുടെ എയർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് വായു ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കാനായിട്ട് സാധിക്കുക വായു ഇല്ലാതെ. അപ്പം അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യമേറിയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ നിലനിൽക്കാൻ ആവശ്യമായിട്ട് ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഒരു ഒരു സങ്കേതമാണ് വായു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജലവും എന്താണ് നമ്മൾ പറയുന്നത്, നേരത്തെ പറയുന്നു നമുക്ക് ജലമില്ലാതെ ഒരു 4-5 ദിവസത്തേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഒരുപാട് നമുക്ക് അവൈലബിളായിട്ടുള്ള ജലത്തിൻ്റെ അളവ് ഭൂമിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ള അവൈലബിളായിട്ടുള്ള 2% ശുദ്ധജലമെന്ന് പറയുന്നത് ഭൂമിയിൽ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് പോയാൽ മാത്രമേ ഇന്നത്തെയും നാളത്തെയും വരും തലമുറകൾക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഉപഭോഗം സാധ്യമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലസംരക്ഷണവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ നമുക്ക് ധാരാളം പദ്ധതികൾ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. ജലസംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ, അല്ലെങ്കിൽ നമ്മുടെ വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസൊക്കെ നമ്മുടെ ജലസംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പല പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു ഘടകമാണ് മണ്ണ്, സോയിൽ. നമുക്കറിയാം, നമ്മുടെ അഗ്രികൾച്ചറാണ് നമ്മുടെ ഇന്ത്യയുടെ നട്ടെല്ല്. അഗ്രികൾച്ചർ ഈസ് ദി ബാക്ക് ബോൺ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പഠിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണ് അത്രത്തോളം പ്രാധാന്യമേറിയിട്ടുള്ള ഒരു വിഭവമാണ്. നമുക്കറിയാം, സോയിൽ വളരെ സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും സോയിൽ ഈസ് എ തിൻ ലെയർ ബിറ്റ്വീൻ യു ആൻഡ് സ്റ്റാർവേഷൻ. നിങ്ങൾക്കും പട്ടിണിക്കും ഇടയിലുള്ള ഒരു അതിർവരമ്പാണ് മണ്ണ് എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രാധാന്യമേറിയതാണ് മണ്ണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഒപ്പം തന്നെ ധാതു വിഭവങ്ങൾ നമുക്കറിയാം. ഇപ്പം ഫോസിൽ ഫ്യൂവൽസ് നമ്മുടെ പല പഠനങ്ങളും നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു 50 വർഷത്തേക്ക് മാത്രമുള്ള കരുതൽ ഫോസിൽ ഫ്യൂവൽസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ സോഴ്സസിനെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അനിയന്ത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ വിഭവങ്ങളുടെ ചൂഷണമെന്ന് പറയുന്നത് നമ്മുടെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനത്തിന് ഹാനികരമാണ്. ശരി, നമ്മളെപ്പോഴും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ഒരു ടെർമിനോളജി കൂടി നമ്മൾ ഉപേക്ഷിക്കുന്നത് പ്രകൃതി വിഭവങ്ങളുടെ തന്നെ സംരക്ഷണവും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപഭോഗവുമാണ്. ശരി, അപ്പോൾ അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു ഞാൻ വനങ്ങൾ, ഫോറസ്റ്റ് റിസോഴ്സസ് നമ്മുടെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ശുദ്ധവായു നമുക്ക് പ്രദാനം ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ പാരിസ്ഥിതിക ബാലൻസ്, ഇക്കോസിസ്റ്റം ബാലൻസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ബാലൻസ് ഇതിനെയൊക്കെ നമ്മൾ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ വനങ്ങൾ എന്ന് പറയുന്നത് പല സ്വാഭാവിക പ്രക്രിയകൾക്കും വേണ്ടി പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും നാളെ ഭൂമിയിലേക്ക് കടന്നു വരാൻ പോകുന്ന എത്രയോ തലമുറകൾക്കും വേണ്ടി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പോലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് നമ്മുടെ യുണൈറ്റഡ് നാഷൻസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ രാജ്യങ്ങളിലും പല മേഖലകളിലും ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും നമ്മൾ നടപ്പിലാക്കി വരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ റിസോഴ്സസിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിന് വരുന്ന ചൂഷണം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ സ്ഥാപനം നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം, കേന്ദ്ര സർക്കാരിൻ്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ കമ്മിറ്റഡ് ടു എർത്ത് അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരമായിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും പല ഗവേഷണ പദ്ധതികളും നമ്മൾ നടപ്പിലാക്കി വരുന്നു. എന്തുകൊണ്ടെന്നാൽ നേരത്തെ പറഞ്ഞതുപോലുള്ള നമ്മുടെ ഇന്നേക്കും നാളേക്കും വരും തലമുറകൾക്കും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വിഭവങ്ങളുടെ സംരക്ഷണവും അതിനു വേണ്ടിയിട്ടുള്ള അതിനെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം സുഗമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ലക്ഷ്യമിടുന്നത്. റീഫോറസ്റ്റേഷൻ ആൻഡ് അഫോറസ്റ്റേഷൻ ഇത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മൾ നേരത്തെ പ്രതിപാദിച്ചതുപോലെ ഫോറസ്റ്റ് നശീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഡീഫോറസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഫക്ട്സിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 തരം ഫോറസ്റ്റ് മേക്കിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഒന്നെന്ന് പറയുന്നത് അഫോറസ്റ്റേഷനും മറ്റൊന്നെന്ന് പറയുന്നത് റീഫോറസ്റ്റേഷനുമാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെങ്കിൽ വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. റീഫോറസ്റ്റേഷൻ മീൻസ് നമ്മൾ ഒരു സ്ഥലത്ത് വനം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തന്നെ വനം വച്ച് പിടിപ്പിക്കുന്നതാണ് റീഫോറസ്റ്റേഷൻ. പക്ഷേ അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് വനമില്ലാതിരുന്ന ഒരു പുതിയ എക്കോസിസ്റ്റത്തിൽ വനം വച്ച് പിടിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ റീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിന് മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 10 മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 20 മരം നമ്മൾ നടണം. പക്ഷേ അഫോറസ്റ്റേഷനിൽ 10 മരം അവിടെ ആ ഭാഗങ്ങളിലുണ്ടെങ്കിൽ നമ്മൾ 10 മരം നമ്മൾ എന്ത് ചെയ്താൽ മതി, നട്ടാൽ മതി. അതാണ് അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ അഫോറസ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഡീഫോറസ്റ്റേഷൻ വഴി ഉണ്ടായ നഷ്ടം നികത്തുവാൻ വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. കൾട്ടിവേഷന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ വനങ്ങൾ നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഫയർ ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് വഴിയാണ് ഇതെല്ലാം നശിപ്പിക്കുന്നത്. അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന നെഗറ്റീവ് എഫക്റ്റിനെ മാറ്റാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ റീഫോറസ്റ്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ റീഫോറസ്റ്റേഷനാണ് കോസ്റ്റ് വൈസ് കുറച്ച് കൂടുതൽ. പക്ഷേ അഫോറസ്റ്റേഷൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ആൾറെഡി ഉള്ള ഒരു എക്കോസിസ്റ്റത്തിനെ നശിപ്പിച്ചിട്ട് വേണം നമ്മൾ അഫോറസ്റ്റേഷൻ നമ്മൾ നടത്താൻ. ഇതാണ് ഇവ തമ്മിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ ഫോറസ്ട്രി നമ്മുടെ നാട്ടിൽ വളരെ സജീവമാണ്, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് അഗ്രോ ഫോറസ്ട്രിയും സോഷ്യൽ ഫോറസ്ട്രിയും തമ്മിലുള്ള പ്രധാന സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഒന്ന് വിശദീകരിക്കാമോ? നേരത്തെ അനൂപ് സർ പറഞ്ഞു
റീഫോറസ്റ്റേഷൻ, അഫോറസ്റ്റേഷൻ. അപ്പോൾ ശരിക്കും അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന 2 ടെർമിനോളജീസാണ് അഗ്രോ ഫോറസ്ട്രിയും അതുപോലെ തന്നെ സോഷ്യൽ ഫോറസ്ട്രി. പേരിൽ തന്നെ ഉണ്ട്, എൻ്റെ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ടുണ്ട്. അതിൽ നമ്മൾ സാമൂഹ്യ വനവൽക്കരണം അല്ലെങ്കിൽ സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയുന്ന സാധാരണഗതിയിൽ നമ്മുടെ റോഡിൻ്റെ വശങ്ങളിലും അതുപോലെ തന്നെ പൊതു ആയിട്ടുള്ള ഭൂമിയിലും അതുപോലെ തരിശ് ഭൂമിയിലും മരങ്ങൾ നട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആ പ്രദേശത്തെ ഉപയോഗപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെട്ട് വരുന്നു, സോഷ്യൽ ഫോറസ്ട്രിയിൽ ഉൾപ്പെട്ട് വരുന്നു. കൂടാതെ പ്രാദേശികമായിട്ടുള്ള സമൂഹങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള സാമൂഹിക വികസന അല്ലെങ്കിൽ സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സോഷ്യൽ ഫോറസ്ട്രി നമ്മൾ സാധാരണഗതിയിൽ പ്രൊമോട്ട് ചെയ്തു വരുന്നത്. അപ്പോൾ സാമൂഹിക വനവൽക്കരണത്തിൻ്റെ പ്രയോജനങ്ങൾ സാധാരണഗതിയിൽ ഇന്ധനം, ശരിക്കും നമുക്കറിയാം ഫയർവുഡ്, ശരി, അതുപോലെ തന്നെ കാലിത്തീറ്റ അല്ലെങ്കിൽ ശരിക്കും കന്നുകാലികൾക്ക് ആവശ്യമായിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ ലഭിക്കുന്നു. കൂടാതെ അത് ടിമ്പറിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ വന ഉൽപ്പന്നങ്ങൾ അതൊക്കെ ശരിക്കും നമുക്ക് ഒരു ഇൻകം സോഴ്സായിട്ട് അല്ലെങ്കിൽ വരുമാന സോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ തരിശ് ഭൂമി എന്ന് പറഞ്ഞതുപോലുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളെ ശരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താൻ, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല ഒരു ലാൻഡിൻ്റെ ഒരു മികച്ച ഒരു കൺവെർഷൻ, നമുക്ക് ആവശ്യമായ രീതിയിലുള്ളൊരു കൺവെർഷൻ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അതിനെ ഒരു നമ്മൾ പറയുമല്ലോ ഡെസർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മരുവൽക്കരണം എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ സ്ഥലത്തെ സാമൂഹിക വികസന സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം സാമൂഹിക വനവൽക്കരണ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പിന്നെ വനം വകുപ്പിന് തന്നെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ട്. ശരി, അത് ഈ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. മറ്റ് ഒരു കാര്യം, നമ്മൾ അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് പ്ലസ് ഫോറസ്ട്രി ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ്. അപ്പോൾ അഗ്രോ ഫോറസ്ട്രി അല്ലെങ്കിൽ കാർഷിക വനവൽക്കരണം എന്ന് പറയുന്നത് അതിൽ പേരിൽ വിവക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മൾ പറയുന്നു അഗ്രികൾച്ചർ പ്ലസ് നമ്മുടെ ഫോറസ്ട്രി. അപ്പോൾ ഉൽപ്പാദനങ്ങളും അല്ലെങ്കിൽ കാർഷിക ഉൽപ്പാദനവും അതിൽ കൂടിയുള്ള നേട്ടങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ശരിക്കും സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ മരങ്ങൾ, പിന്നെ കൂടാതെ നമ്മൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ വിളകൾ, കൂടാതെ നമ്മുടെ അതിനോടൊപ്പം തന്നെ കന്നുകാലികൾ, കാറ്റിൽസ്, നമ്മുടെ ലൈവ് സ്റ്റോക്ക് റിസോഴ്സസ്. അപ്പോൾ ഇവയുടെയൊക്കെ പരിപാലനവും സംയോജനവും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സുഗമമായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സങ്കേതങ്ങൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്നതിനാണ് നമ്മൾ ഈ അഗ്രോ ഫോറസ്ട്രി എന്നുള്ളൊരു വേർഡ് കൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കൃഷിയും വനവൽക്കരണവും അത് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വിവിധ തരത്തിലുള്ള സസ്യജാലങ്ങൾ തമ്മിലുള്ള ഒരു സമൂഹമായിട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് അത് വളർന്ന് അത് നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കുക. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലൂടെയും പ്രത്യേകിച്ച് ഹൈ റേഞ്ച് റീജിയനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ഇടയാവുകയാണ്. നമുക്കറിയാം, സിമ്പിളായിട്ട് നമ്മളെ ടീ പ്ലാന്റേഷൻസിൻ്റെ ഇടയിലായിട്ട് നമുക്ക് സിൽവർ ഓക്ക് എന്ന് പറയുന്ന വലിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതായിട്ട് കാണാം. അതിൽ തന്നെ ഈ കുരുമുളക് പോലുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് നമ്മുടെ സംയോജിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും നമുക്കൊരു വരുമാനം, കൃത്യമായിട്ടുള്ള രീതിയിൽ വരുമാനം ഉണ്ടാക്കുക. ഒപ്പം തന്നെ ഈ ഒരുപാട് കാറ്റ് പോലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള വലിയ മരങ്ങൾക്ക് ഇതിനെ തടുത്തു നിർത്താനുള്ള ഒരു രീതിയും കൂടെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റും കൂടി അതുവഴി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സസ്യജാലങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഉയർന്ന തരത്തിലുള്ള വിളവ് നൽകുകയും അതിൻ്റെ ഒരു വർക്കിംഗ് അത് നടത്തിക്കൊണ്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു ചിലവ് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിൽക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ സോയിൽ ഇറോഷനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ
എന്താണ് ഒരു ന്യൂട്രിയൻറ്റ് സൈക്ലിംഗ് അത് നമുക്ക് ഒരു എൻകറേജ് ചെയ്ത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. വൈവിധ്യമായിരുന്ന രീതിയിൽ കൂടി നമുക്ക് എന്താണ് ഇൻകം ജനറേഷൻ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. എന്നിവയൊക്കെ തന്നെ നമ്മുടെ ഈ അഗ്രോ ഫോറസ്ട്രി എന്നുള്ളൊരു വാക്കിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇതിൽ തന്നെ പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ തമ്മിൽ സാമൂഹ്യ വനവൽക്കരണവും അതുപോലെ തന്നെ കാർഷിക വനവൽക്കരണവും തമ്മിൽ വ്യത്യാസങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ വനപ്രദേശം വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ആ പ്രാദേശികമായിട്ടുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് ഒന്നിലധികം തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാനും ശരിക്കും ഈ പറഞ്ഞ പരിപാടികൾ കൂടി ലക്ഷ്യമിടുന്നു. അപ്പോൾ ഇതിൽ സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയുന്ന പരിപാടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൂർണ്ണമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്നത് തികച്ചും നമുക്ക് തന്നെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് തന്നെ അത് ചെയ്യാനുള്ള ഒരു സംവിധാനം. അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്ന പദ്ധതിയിൽ കൂടി നമ്മുടെ വരുമാനം അല്ലെങ്കിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമുള്ള ഒരു പ്രാദേശിക സംവിധാനമാണ് നമ്മൾ അഗ്രോ ഫോറസ്ട്രി. അതിൻ്റെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഒരു സർക്കാർ സംവിധാനത്തിൽ നടക്കുമ്പോഴത്തേക്ക് നമ്മളതിനെ ഒരു സോഷ്യൽ ഫോറസ്റ്റിലെ സാമൂഹ്യ വനവൽക്കരണം നമ്മൾ പറയും. സാമൂഹ്യ വനവൽക്കരണത്തിൽ സാധാരണഗതിയിൽ ഒഴിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ തരിശ് ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും തരിശ് നിലങ്ങൾ ശരിക്കും റിസ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. അതേ സമയത്ത് നമ്മുടെ കാർഷിക വനവൽക്കരണം അല്ലെങ്കിൽ അഗ്രോ ഫോറസ്ട്രിയിൽ പ്രധാനമായിട്ടും കർഷകരുടെ കൃഷിസ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും നടക്കുക. പ്രത്യേകിച്ച് വയലുകളിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലാന്റേഷൻ ക്രോപ്സിലോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഏരിയയിലൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ ഇതുപോലുള്ള അഗ്രോ ഫോറസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. സാമൂഹ്യ വനവൽക്കരണം പ്രധാനമായിട്ടും അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ വിളവെടുക്കാനും അല്ലെങ്കിൽ അതിലൂടെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ ടിമ്പർ, കാലിത്തീറ്റ അതുപോലുള്ള സാധനങ്ങളും ഒപ്പം തന്നെ അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള തടികൾ ശരിക്കും അതിനകത്ത് നിന്ന് ഉണ്ടാക്കാനും നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. നേരെമറിച്ച് കാർഷിക വനവൽക്കരണത്തിൽ സാധാരണഗതിയിൽ ഒരു പ്രത്യേക ഏരിയയിൽ ശരിക്കും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഇത്തരത്തിൽ അതിൽ കൂടുതൽ സാധാരണ ഉണ്ടാകാറില്ല. നേരെ മറിച്ച് സോഷ്യൽ ഫോറസ്ട്രിയിൽ നമുക്ക് ഒന്നിലധികം സാധനങ്ങൾ നമ്മൾ മരങ്ങളോ അല്ലെങ്കിൽ ഒന്നിലധികം തരത്തിലുള്ള ഒന്നിലധികം എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള പ്ലാന്റ്സാണ് ശരിക്കും നമ്മൾ ലക്ഷ്യമിടുന്നത്. പക്ഷേ അഗ്രോ ഫോറസ്ട്രിയിൽ അതല്ല. അപ്പം അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്നതിന് നമുക്ക് ആ പ്രാദേശികമായിട്ട് നമ്മൾ ലക്ഷ്യമിടുന്ന കൃഷിയിൽ കൂടി നമുക്കൊരു വിളവ് ലഭിക്കണം. ശരിക്കും നമ്മൾ അവിടെ ഒരു അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കൃഷി മാത്രമേ അവിടെ പോസിബിൾ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം മാത്രമേ ഉണ്ടാവൂ. ശരി, എപ്പോഴും ഒരു എക്കണോമിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധനതത്വപരമായിട്ടുള്ള ഒരു സംവിധാനം കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കണം സാധാരണഗതിയിൽ അഗ്രോ ഫോറസ്ട്രി നമ്മൾ ഏത് കൃഷിയാണ് അവിടെ കൊണ്ടുവരേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ തമ്മിലുള്ള ഒരു വ്യത്യാസം. സർക്കാർ സംവിധാനത്തിൽ നടക്കുന്നു പറഞ്ഞാൽ മറ്റേത് നമുക്ക് പ്രൈവറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൊസൈറ്റിയോ അല്ലെങ്കിൽ സാധാരണ ആളിന് തന്നെ അത് ചെയ്യാവുന്നതാണ് എത്രത്തോളം ലാൻഡ് ഉണ്ടെങ്കിൽ. ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. പ്രകൃതി വിഭവങ്ങൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വനവിഭവങ്ങൾ. ഏതൊക്കെ തരത്തിലുള്ള നശീകരണങ്ങളാണ് ഇന്ന് നമ്മുടെ കാടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അത് സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും ഒന്ന് വിശദീകരിക്കാമോ? കാടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് വിവിധ തരം കാടുകളെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. അതായത് കാലാവസ്ഥ, സ്പീഷീസുകളുടെ ഘടന, ഭൂപ്രകൃതി തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി പ്രധാനമായിട്ടും 16 വിഭാഗങ്ങളും 221 ഉപവിഭാഗങ്ങളുമായിട്ടും വനങ്ങളെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇവയെ നമ്മൾ ട്രോപ്പിക്കൽ മുതൽ ആൽപൈൻ വരെയുള്ള 6 പ്രധാന വിഭവങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താപനില, ഈർപ്പം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വനഗ്രൂപ്പുകളെ ഉപഗ്രൂപ്പുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ വനങ്ങൾ, അതുപോലെ തന്നെ വരണ്ട ഉഷ്ണമേഖലാ വനങ്ങൾ, പർവ്വത ഉപ ഉഷ്ണമേഖലാ വനങ്ങൾ, പർവ്വത മിത ശീതോഷ്ണ വനങ്ങൾ, ഉപ ആൽപൈൻ വനങ്ങൾ, ആൽപൈൻ വനങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വനവുമായി അല്ലെങ്കിൽ വനനശീകരണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വനനശീകരണത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും നമുക്ക്
നമുക്കറിയാവുന്നൊരു കാര്യമാണ്, അരിക്കൊമ്പനെ കുറിച്ച് അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. അതായത് മൂന്നാറിലെ ചിന്നക്കനാൽ മേഖലയിൽ അരിക്കൊമ്പൻ പ്രശ്നമുണ്ടാക്കി. അരിക്കൊമ്പനെ നമ്മൾ തേക്കടി വനത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിമൽ മാൻ കോൺഫ്ലിക്റ്റ്, അതായത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ വനമേഖല ഇപ്പോൾ നമ്മൾ പറയുന്ന ചിന്നക്കനാലിലുള്ള അതിമനോഹരമായ സ്ഥലമാണ്. അവിടെ വരുന്ന തേയിലത്തോട്ടങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ വനങ്ങളായിരുന്നു. അന്ന് ഇവയുടെ എല്ലാം ഒരു പ്രദേശമായിരുന്നു അവിടെ. അപ്പോൾ അതിപ്പോൾ എന്താ പറയുക, അതിപ്പോൾ വനം മാറിയിട്ട് അവിടെ തേയിലത്തോട്ടങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്തു, മനുഷ്യനും മൃഗങ്ങളും മുഖത്തോട് മുഖം വന്ന് നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരുപാട് ഇപ്പം ഡാമുകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ മൈനിങ് ആക്ടിവിറ്റീസ്, അപ്പോൾ ഈ ഹൈവേകളുടെ വികസനം, അതുപോലെ തന്നെയാണ് നമ്മളുടെ ജനസംഖ്യയുടെ ഒരു വിസ്ഫോടനം. ജനസംഖ്യ വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ പറയുന്ന തീരപ്രദേശത്തായിരുന്നു ആദ്യം ഏറ്റവും കൂടുതൽ ജനവാസം ഉണ്ടായിരുന്നത്. പിന്നെ ഇടനാടിലേക്കൊന്നും മലനാടിലേക്ക് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാം ടൂറിസത്തിൻ്റെ ഒരു വികസനമുണ്ട്. ടൂറിസം ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത്, നമ്മൾ എന്തായാലും ഈ ഇടനാടിലൊന്നും ആയിരിക്കില്ല, മലനാടിലെ അതിമനോഹരമായ സ്ഥലങ്ങളിലേക്കായിരിക്കും ടൂറിസം ഏറ്റവും കൂടുതൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിലും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഈ പറയുന്ന വനവിഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള പ്രഷറും ഈ പറയുന്ന ഫോറസ്റ്റ് റിസോഴ്സസാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യമെന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വരുന്ന സംഗതികൾ എത്രത്തോളമാണ് നമ്മുടെ ഈ പറയുന്ന വനവിഭവങ്ങളെ ബാധിക്കുന്നു എന്നതിലുള്ള പഠനങ്ങളും അതിൻ്റെ ഒരു സത്യാവസ്ഥയും നമുക്ക് ഇനി വരും കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളാണ് എനിക്ക് ഈ ചർച്ചയിൽ പറയാനുള്ളത്. ജലമില്ലാതെ ഒരു ജീവിതം എന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒന്നാണ് ജലം. ആഗോളതലത്തിലെ ജലലഭ്യതയുടെ വിവരങ്ങളെക്കുറിച്ച് സാമാന്യമായി ഒന്ന് വിശദീകരിക്കാമോ സർ? തീർച്ചയായിട്ടും. ജലലഭ്യത നമ്മളൊരു കണക്കെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ചിട്ടും ശുദ്ധജലത്തിൻ്റെ ഒരു അപര്യാപ്തത നേരിടുന്ന ഒരു സമയത്ത്. നമുക്കറിയാം, ഭൂമിയിലുള്ള ജലത്തിൻ്റെ ഏകദേശം 97% സമുദ്രങ്ങളിലും കടലുകളിലും കാണപ്പെടുന്ന ഉപ്പുരസമുള്ള ജലമാണ്. കരയിൽ ഏകദേശം 3% മാത്രം, ഏകദേശം 3% ഇല്ല, ഏകദേശം 2 അത് നമ്മൾ 3 പറയും, 3% ശുദ്ധജലമായിട്ട് അവശേഷിക്കുന്നു എന്ന് പറയും. അതിൽ തന്നെ ഈ ശുദ്ധജലത്തിൽ നമ്മുടെ ഒരു ഏകദേശം ഒരു 80% അടുപ്പിച്ച് വരുന്ന ജലം നമ്മുടെ ഐസാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്ന വിഭാഗമാണ്. ഒരു ബാക്കി വരുന്ന 20% എന്ന് പറയുന്നത് മാത്രമാണ് ഭൂഗർഭജലം അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ. നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ സർഫസ് വാട്ടറിൻ്റെ ഒരു ലഭ്യത എന്ന് പറയുന്നത് ഏകദേശം 1% മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ പ്രധാന ഭാഗം നമ്മുടെ നദികളിലും തടാകങ്ങളിലുമായിട്ടൊക്കെയാണ് നമ്മൾ കാണപ്പെടുക. നേരത്തെ നമ്മളൊരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ബാഷ്പീകരണത്തിൻ്റെ തോത്, വാട്ടർ ബാലൻസ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ ഒരു അളവ് കൂടുന്തോറും, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്ടർ ബാലൻസ് അതിലൊരു ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ അവൈലബിളായിട്ടുള്ള റിസോഴ്സസിനെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ശുദ്ധജലത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു മേഖലയാണ്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജലത്തിൻ്റെ വിതരണം എന്ന് പറയുന്നത് പല തരത്തിലുള്ള അനുപാതത്തിലാണ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര ജല അല്ലെങ്കിൽ നദീജല പരിപാലന പദ്ധതികൾ എന്ന് പറയുന്ന പദ്ധതികളിൽ കൂടി നമുക്ക് അവൈലബിളായിട്ടുള്ള റിവറൈൻ വാട്ടറിനെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലുള്ള നദികൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല മഴ ലഭിക്കുമ്പോൾ ഈ നദികളിൽ കൂടി 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പെയ്യുന്ന മഴ ഒഴുകി കടലിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വിധത്തിലുള്ള ജലം മഴയായിട്ട് കിട്ടുന്നെങ്കിൽ കൂടിയും നമുക്ക് പലപ്പോഴും റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്
വാസ്തവം. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം ഈ പറയുന്ന ജലത്തിനെയൊക്കെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്യണം. ഒപ്പം തന്നെ ഭൂമിയിൽ അവൈലബിളായിട്ട് വരുന്ന 97% വരുന്ന സാൾട്ട് വാട്ടർ അല്ലെങ്കിൽ ഉപ്പ് ജലം എന്ന് പറയുന്ന സമുദ്രത്തിലും അതുപോലെ തന്നെ നമ്മളെ ബാക്ക് വാട്ടേഴ്സോ അല്ലെങ്കിൽ കായലുകളിലും ഒക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമുക്കിപ്പം നമ്മളതിനെക്കുറിച്ച് ഡീസാലിനേഷൻ പ്ലാന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത് മറ്റുള്ള ജലം എന്ന് പറയുന്നത് നമുക്ക് പ്ലെൻറ്റി ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഉപ്പുവെള്ളം കുടിക്കുന്നതിനോ അതുപോലെ തന്നെ നമ്മുടെ ജലസേചനത്തിനോ നമുക്ക് അത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഹാംഫുള്ളാണ്. ഇത് ഈ പറയുന്ന കൃഷി സ്ഥലത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കൃഷി നമ്മൾ നമ്മൾ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള വളർച്ചയൊന്നും അവിടെ സംഭവിക്കില്ല. പകരം അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നദികളിലും അല്ലെങ്കിൽ തടാകത്തിലും ഒക്കെ ഉള്ള സർഫസ് വാട്ടർ എന്ന് പറയുന്ന ആ സോഴ്സിനെ നമ്മൾ സ്വാഭാവികമായിട്ടും സംരക്ഷിക്കപ്പെടണം. അത് പലപ്പോഴും ആ വെള്ളം നമുക്ക് റീചാർജ് ചെയ്ത് കിട്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രസിപ്പിറ്റേഷൻ വാട്ടർ അല്ലെങ്കിൽ മഴവെള്ളത്തിൽ കൂടെയാണ് നമുക്കത് സ്വാഭാവികമായിട്ട് ലഭിക്കുക. അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള ഇവാപ്പൊറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൂടെ വീണ്ടും ശരിക്കും വെള്ളം അന്തരീക്ഷത്തിലെ ജലചക്രം എന്ന് പറയുന്ന വാട്ടർ സൈക്കിൾ ഡൈനാമിക്സ് അല്ലെങ്കിൽ വാട്ടർ സൈക്കിളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്ന ആ സൈക്കിൾ കൃത്യമായിട്ട് സംഭവിക്കുന്നതിൽ കൂടി ഈ അവൈലബിളായിട്ടുള്ള റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ കൂടി തന്നെയും ശുദ്ധമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ശുദ്ധജലത്തിൻ്റെ ഒരു ലഭ്യത പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ മഴവെള്ളത്തിൽ കൂടി തടാകങ്ങളിലും നദികളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ അവൈലബിളായിട്ടുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആഗോള ജലത്തിൻ്റെ ലഭ്യതയൊക്കെ ഡേറ്റാബേസിൻ്റെ സഹായത്താൽ പലപ്പോഴും നമ്മൾ അതിനെ കൃത്യമായിട്ടുള്ള കണക്കെടുത്തിട്ടുണ്ട്. എന്തെന്നാൽ നമ്മൾ പല ഗവേഷണ പദ്ധതികളും പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ പ്രൊജക്ട്സൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് എസ്പെഷ്യലി ഈ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസിൻ്റെ ശരിക്കും ഒരു വിതരണം അല്ലെങ്കിൽ ഒരു അവൈലബിലിറ്റി, ഗ്രൗണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ, അതുപോലെ സർഫസ് വാട്ടർ പൊട്ടൻഷ്യൽ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് വരും കാലത്തിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സ് നമുക്ക് എന്തുമാത്രം ശുദ്ധജലം അവൈലബിൾ ആവും, എന്തുമാത്രമാണ് നമ്മൾ കണ്ടാമിനേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഡേറ്റാബേസ് തയ്യാറാക്കുന്നുണ്ട്. ഈ ഡേറ്റാബേസ് തയ്യാറാക്കി നമ്മൾ പലപ്പോഴും ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിക്കാറുണ്ട്. അതിനനുസരിച്ചിട്ട് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള റിസോഴ്സസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത അനുസരിച്ചിട്ട് പല പദ്ധതികളിൽ കൂടിയും ഈ പറയുന്ന ഉപരിജല ലഭ്യത അല്ലെങ്കിൽ ഉപരിജലത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് നമുക്ക് സസ്റ്റൈനബിളായിട്ട് സുസ്ഥിര വികസനത്തിൽ കൂടി നമുക്ക് ഈ ഒരു സംരക്ഷണം സാധ്യമാകണം. അതിൻ്റെ ഒരു ഡേറ്റാബേസ് ഉണ്ട്. ആ ഡേറ്റാബേസ് തീർച്ചയായിട്ടും അതിങ്ങനെയാണ്. ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ, അത് കൃത്യമായിട്ടുള്ള കണക്കുകൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ്. സാധാരണഗതിയിൽ അതിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അബണ്ടൻസ് ഇൻ പെർസെൻറ്റേജ് എന്നുള്ള കണക്കിലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓഷ്യൻസ് ആൻഡ് സീസ്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഉപ്പുരസമുള്ള ജലം ഓഷ്യൻസ് ആൻഡ് സീസിൽ ഏകദേശം 97.4% നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അടുത്തതായി ഐസ് ക്യാപ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ്, നമ്മൾ ഐസ് അതുപോലെ തന്നെ നമ്മുടെ ഗ്ലേഷ്യർ, അത് ഏകദേശം 1.98%. ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സോയിൽ വാട്ടർ, അത് ഏകദേശം 0.6%. അതുപോലെ നമ്മുടെ തടാകങ്ങളിൽ ലേക്സിൽ കാണപ്പെടുന്ന നമ്മുടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷനാണ് ഞാനിത് പറയുന്നത്. ലേക്സിൽ കാണപ്പെടുന്നത് ഏകദേശം 0.007%. അതുപോലെ അന്തരീക്ഷത്തിലുള്ള ജലത്തിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 0.001%. കൂടാതെ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ സർഫസ് വാട്ടർ അല്ലെങ്കിൽ നദികളിൽ കൂടിയുള്ള ജലം എന്ന് പറയുന്നത് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് 0.001%. ഇതാണ് സാധാരണ നമ്മൾ കണക്കാക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. കേരളം ഇന്നേ വരെ അഭിമുഖീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് 2018 വെള്ളപ്പൊക്കം. വരൾച്ചയും വെള്ളപ്പൊക്കവും ഇന്ന് ലോകത്ത് പലയിടത്തും സർവ്വസാധാരണമാണ്. ഇതിനിടയാക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് വിശദീകരിക്കാമോ?
വരൾച്ച, വെള്ളപ്പൊക്കം, ഇത് രണ്ടും നമ്മൾ പറയുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നേരത്തെ സംസാരിച്ച വാട്ടർ സൈക്കിൾ ഡൈനാമിക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വാട്ടർ ബാലൻസ് ഇക്വേഷൻസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. വലിയ വിവിധതരം ഫാക്ടേഴ്സിന് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു വാട്ടർ ഷെഡിലേക്ക് കടന്നു വരുന്ന ജലത്തിൻ്റെ അളവ്. അത് പ്രധാനമായിട്ടും മഴയുടെ ലഭ്യതയിൽ കൂടിയാണ്. ഒപ്പം തന്നെ അതിൽ നിന്നും ശരിക്കും നമുക്ക് ഗ്രൗണ്ട് വാട്ടറിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് എത്ര, അത് ശരിക്കും എന്തുമാത്രം അളവിൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വിധേയമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇത് നമുക്ക് വാട്ടർ ബാലൻസ് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ഒരു വാട്ടർ ഷെഡിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു നീർമറി പ്രദേശത്തേക്ക് വരുന്ന വാട്ടർ ബാലൻസ് കണക്കാക്കാനായിട്ട് പറ്റും. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് എന്ന് പറയുന്നതല്ല. ഇപ്പോൾ പല കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സിനും ഏറ്റക്കുറച്ചുകൾ സംഭവിക്കുന്നു. അന്തരീക്ഷത്തിലുള്ള ഊഷ്മാവ് കൂടുന്നത് മൂലം വളരെ അധികം അളവിലുള്ള ജലബാഷ്പീകരണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്ലാന്റ്സിൽ നിന്നുള്ള ഒരു ട്രാൻസ്പിറേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ വർദ്ധിച്ച അളവിൽ തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ കോൺട്രിബ്യൂട്ടറി ഫാക്ടറിൽ വേരിയേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഉയർന്നു പോകുന്ന ബാഷ്പം, ജലബാഷ്പം എന്ന് പറയുന്നത് എവിടെയെങ്കിലും മഴയായി പെയ്തിറങ്ങും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഒരു ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഏരിയ നമുക്കറിയാം. ഒരു വളരെ വിശാലമായിട്ട് ഏകദേശം 6400 കിലോമീറ്ററോളം നീളത്തിൽ നമ്മുടെ പടിഞ്ഞാറ് കന്യാകുമാരി മുതൽ ശരിക്കും നമ്മൾ കന്യാകുമാരി മുതൽ അങ്ങ് ഗുജറാത്ത് താപ്തി തീരം വരെ ശരിക്കും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അല്ലെങ്കിൽ ഒരു വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടെറൈനാണ്. അതിന് വളരെയധികം റോൾസ് ഉണ്ട് ശരിക്കും നമ്മൾ കാലാവസ്ഥാ നിർണ്ണയത്തിലും. ഒപ്പം തന്നെ ഇതുപോലുള്ള മഴ പെയ്യ്ക്കുന്നതിനും അല്ലെങ്കിൽ മരങ്ങളുടേതായിട്ടുള്ള വളർച്ചയ്ക്കും എല്ലാത്തരം ബയോഡൈവേഴ്സിറ്റി വളരെ എൻറിച്ച്ഡ് ആയിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മഴയുടെ ഒരു വിധാനത്തെ ക്രമീകരിക്കുന്നു. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഉയർന്നു പോകുന്ന ജലം ബാഷ്പമായി പോകുന്ന ജലബാഷ്പം നമ്മുടെ എവിടെയെങ്കിലും ഘനീഭവിച്ച് പെയ്തിറങ്ങുന്നു. എവിടെയാണോ അനുയോജ്യമായ സ്ഥലങ്ങളിൽ പെയ്തിറങ്ങാൻ പറ്റുന്നത് ഇത് പെട്ടെന്ന് വളരെ ഇൻറ്റൻസീവായിട്ട് പെയ്തിറങ്ങുന്നു. ഈ ഇൻറ്റൻസീവായിട്ട് പെയ്തിറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ശരിക്കും ഒരു നിശ്ചിത സമയത്ത് വളരെയധികം മഴ ഒരു പ്രദേശത്ത് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ടാവാം. അപ്പം നമുക്കറിയാം നമ്മളൊരു ഉദാഹരണമായിട്ട് ഒരു ബീക്കറിൽ കുറച്ച് മണ്ണെടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. അപ്പോൾ അത് ചെറിയൊരു സോക്കിങ്ങിന് ചെറിയൊരു പേസ്റ്റി കണ്ടീഷനാവും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കുഴമ്പ് വരുവാവും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ആ കുഴമ്പ് വരും കൂടി സ്വാഭാവികമായിട്ട് ജലത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് വരും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് ജലത്തിൻ്റെ ഒരു അവസ്ഥ കൈവരിച്ച് തീർച്ചയായിട്ടും അത് ജലത്തിൻ്റെ ഒരു രീതി കാണിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഹൈ റേഞ്ച് സോൺസിൽ വളരെയധികം മനുഷ്യൻ്റെ ഇടപെടലുകളാൽ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് പലപ്പോഴും പശ്ചിമഘട്ടത്തിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലുള്ള മൈനിങ്, ക്വാറിയിങ് ഇഷ്യൂസൊക്കെ വളരെ വളരെ സ്ട്രോങ് ആണ്. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വിധാനത്തെ അല്ലെങ്കിൽ ഒരു ക്രമീകരണത്തിനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇഷ്യൂസ് സംജാതമാവുകയും ഇതുപോലുള്ള ഇൻറ്റൻസീവായിട്ട് മഴ പെയ്യുമ്പോൾ അവിടെയുള്ള ഈ ഹാർഡ് റോക്സിന് മുകളിലുള്ള ഈ സോയിൽസ് എന്ന് പറയുന്നത് ജലത്തിൻ്റെ സ്വഭാവം കൈവരിച്ചത് ഒഴുകി പോകുന്നതിന് കാരണമാവുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ ലാൻഡ് സ്ലൈഡ് പോലുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നത്. ഒപ്പം തന്നെ ഇത്രയും ജലം ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ ഈ വെള്ളം എല്ലാം കൂടി ശരിക്കും ഒരു പ്രദേശത്ത് കടന്നു വരും. നമ്മൾക്കറിയാം നമ്മൾ ഈ ഡാമുകൾ പോലുള്ള സംഭരണികളിൽ കൂടി ഈ വെള്ളത്തിനെ ശേഖരിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ കപ്പാസിറ്റിയിൽ ആ സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ കൂടി കൂടുതലും കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് താങ്ങാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതിലേക്ക് വരാതെ അതിനു മുമ്പ് നമ്മൾ ഡാം ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ ഡാം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന നമ്മൾ ഹംഗ്രി വാട്ടർ എന്നാണ് പറയുക. ഹംഗ്രി വാട്ടർ എഫക്റ്റ്. ഈ വെള്ളം എന്ന് പറയുന്നത് കുത്തി ഒലിച്ച് വന്നിട്ട്
അതിൻ്റെ ഒഴുകുന്ന മേഖലകളിലുള്ള എല്ലാ സ്ഥലത്തെയും കൂടി ശരിക്കും വളരെ എനർജി വളരെ ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു ആക്ഷൻ കൊടുത്തുകൊണ്ട് എല്ലാത്തിനെയും കൂടി അടിച്ചു മറിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടു കാണും. നമ്മൾ 2018 വെള്ളപ്പൊക്കത്തിൽ ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതുപോലുള്ള ഇൻറ്റൻസീവായിട്ടുള്ള റെയിനാണ്. ഇൻറ്റൻസീവായിട്ടുള്ള റെയിൻ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികം നമുക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനുരണനങ്ങളാണ് നമുക്ക് ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ, പ്രത്യേകിച്ചും ഈ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ വരൾച്ചയും. നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭൂപ്രദേശത്തിൻ്റെ കിടപ്പെന്ന് പറയുന്നതും അതിന് വളരെ കാര്യമായിട്ടുള്ള റോൾസുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വരുന്ന, അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും 25 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിൽ വരുന്ന പ്രദേശങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സൂര്യപ്രകാശം വളരെ കൂടുതൽ കിട്ടുന്ന മേഖലകളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഈ പറയുന്ന സോളാർ റേഡിയേഷൻ്റെ പാർട്ടായിട്ടുള്ള ഈ പറയുന്ന ഇവോപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുകളെന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് സംഭവിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സിലുള്ള ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രോപ്പിക്കൽ സോൺസിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഫ്ലഡ്സോ അല്ലെങ്കിൽ ഡ്രോട്ട്സോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള മേഖലകളെന്ന് നമ്മുടെ അന്താരാഷ്ട്ര അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പഠനങ്ങളും നടത്തുന്ന ഇന്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. 2018 വെള്ളപ്പൊക്കം സംഭവിച്ചപ്പോൾ തന്നെ അന്ന് ഐക്യരാഷ്ട്ര സഭയിൽ അന്നത്തെ UN സെക്രട്ടറി ജനറലായിരുന്ന അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ പറയുന്ന കേരളത്തിലെ വെള്ളപ്പൊക്കം 2018 വെള്ളപ്പൊക്കം കൃത്യമായിട്ടും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ടുണ്ടായത് തന്നെയാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഡിക്കേഷനായിട്ട് കണ്ടുകൊണ്ട് നാം കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കുന്നതിലേക്ക് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങളുടെ ബഹിർഗമനത്തിനെ കുറച്ചുകൊണ്ട് വരണമെന്നുള്ളതാണ്. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെയധികം പ്രതിഭാസങ്ങൾ ഈ പറയുന്ന വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഡ്രോട്ട്സ്, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയർ, ഇതുപോലുള്ള നമ്മുടെ ഡിസാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന മേഖലകളിലേക്ക് നമ്മൾ കൂടുതൽ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇനിയും വരുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കാലാവസ്ഥാ വ്യതിയാനം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഗ്യാസുകളുടെ ബഹിർഗമനം കൃത്യമായിട്ട് കുറച്ചുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി എന്നുള്ള ഒരു സ്ലോഗൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പല പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതുണ്ട്. ആക്ട് ലോക്കലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു സമൂഹത്തിൽ ഒരു പ്രദേശത്ത് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, അതിൻ്റെ ഒരു എഫക്റ്റ് അത് മൊത്തത്തിൽ സമൂഹമായിട്ട് എടുക്കുമ്പോൾ മൊത്തം സമൂഹത്തിലെ വ്യാപിക്കും. നമ്മൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ബൗണ്ടറി എന്ന് കണക്കാക്കുമ്പോൾ അങ്ങനെ നമ്മൾ എടുക്കും, പിന്നെ ജില്ലയിലേക്ക് എടുക്കും, സംസ്ഥാനത്തിലേക്ക് എടുക്കും. മൊത്തത്തിൽ വരുമ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിട്ടാണ് വരുന്നത്. ഓരോ രാജ്യവും ഗ്രീൻ ഹൗസ് ഗ്യാസസ് അതിൻ്റെ ഒരു എമിഷൻ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പല പദ്ധതികളും വിഭാവനം ചെയ്യണം. കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ വളരെയധികം ബന്ധമുള്ള ഒരു ഏരിയയാണ്. അത് തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ്. അത് തീർച്ചയായിട്ടും ഈ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഡൈനാമിക്സ് അതുകൊണ്ട് അസോസിയേറ്റ് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇനി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. 600ഓളം കിലോമീറ്റർ നീളമുള്ള ഒരു തീരപ്രദേശത്താൽ അനുഗ്രഹീതമാണ് നമ്മുടെ കേരളം. തീരദേശ നിയന്ത്രണത്തെ സംബന്ധിച്ച് CRZ അഥവാ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ നമുക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സർ നമുക്ക് പകർന്നു തരാനുള്ളത്? CRZ കോസ്റ്റൽ റെഗുലേഷൻ സോൺ, മാറുന്ന കേരളം മാറുന്ന ഇന്ത്യ. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത്, അതായത് നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീരപ്രദേശങ്ങളിലാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം അത് ഇൻഡസ്ട്രീസ് ആയാലും ശരി,
ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രീതിയിലായാലും ശരി, നഗരവൽക്കരണമായാലും ശരി, മത്സ്യബന്ധനമായാലും ശരി, ഈവൻ നമ്മുടെ പൊല്യൂഷൻ, അതും ഏറ്റവും കൂടുതൽ ബാധിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ തീരപ്രദേശങ്ങളിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സാമൂഹിക സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ്. അതിനെ പെട്ടെന്ന് തടയാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലസ്രോതസ്സുകളെയാണ്. മനുഷ്യനും ബാക്കിയുള്ള ജീവജാലങ്ങൾക്കും വളരെ അത്യാവശ്യം വേണ്ട ജലസ്രോതസ്സുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നാശത്തിന് ഇരയാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സംരക്ഷണമെന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 1990കളിൽ, അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, തീരപ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നത്. അപ്പോൾ തീരപ്രദേശത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി ചില നിയമങ്ങൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കി 1990കളുടെ തുടക്കത്തിൽ. അതിനെയാണ് നമ്മൾ ഈ CRZ-1 അല്ലെങ്കിൽ CRZ-2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ഈ സോൺ, അതായത് സൊണേഷൻ ഉണ്ടാക്കി. ഓരോ പ്രദേശത്തും എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താം, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി പല തരത്തിലുള്ള സോൺസ് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ CRZ-1 എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് പിന്നെ സാധ്യതയുള്ളത്? അവിടെ നമുക്കെന്ന് പറഞ്ഞാൽ അതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. പക്ഷേ അവിടെ നമുക്ക് പ്രകൃതിവാതകം പരിവേഷണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉപ്പ് വേർതിരിച്ചെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന മേഖലയാണ്. പക്ഷേ CRZ-2 എന്ന് പറയുന്നത് നമ്മുടെ തീരപ്രദേശത്തെ നഗരപ്രദേശങ്ങൾ ഉൾക്കൊണ്ട് വരുന്നൊരു ഭാഗമാണ് CRZ-2ലേക്ക് വരുന്നത്. അവിടെ ഈ അതായത് അവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് നമുക്ക് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് മാനദണ്ഡങ്ങൾ ആക്ച്വലി ഇവിടെ നിർവീര്യമാക്കിയിരിക്കുകയാണ്. CRZ-3യിൽ ഗ്രാമങ്ങളും നഗരപ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നു. കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നമുക്ക് സാധ്യമാണ് ഈ CRZ-3യിൽ. CRZ-4ൽ ആക്ച്വലി മത്സ്യബന്ധനവും അനുബന്ധന പ്രവർത്തനങ്ങളും അനുവദനീയമാണ്. ഇത് പ്രാദേശിക പരിധി വരെ ജലമേഖലയായി ഉൾക്കൊള്ളുന്നുമുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ 2011 വിജ്ഞാപനത്തിനും പകരം 2019 വിജ്ഞാപനം വന്നു. അതിൽ കുറച്ച് ശാസ്ത്രീയമായ തത്വങ്ങൾക്ക് അനുസൃതമായിട്ടാണ് തീരദേശ സുസ്ഥിരവുമായി വികസിപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഈ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്.